ഈ നിലവിളി കേട്ടതോടെ അവന്റെ മാതാപിതാക്കൾക്ക് ഭീകരമായൊരു ഭയം പിടിച്ചു. രക്തം ഒഴുകിക്കൊണ്ടിരുന്നിട്ടും അവൻ ആ പ്രാർത്ഥന നിർത്താതെ പിന്തുടരുകയായിരുന്നു. ആ മുറി മുഴുവനും അതീവ ദുർഗന്ധം പടരാൻ തുടങ്ങി. റോളണ്ടിനെ ആവാഹിച്ചത് സാധാരണ ഒരു ആത്മാവല്ല, അതൊരു പ്രേതാത്മാവായിരുന്നു. ഈ കഥ ആരംഭിക്കുന്നത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. 14 വയസ്സുള്ള റോളാൻഡോ എന്ന ബാലൻ തൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന അവൻ്റെ ആൻറ്റിയെ കണ്ട് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ അന്തിമ കർമ്മങ്ങൾക്കായി ദൂരെ നിന്നും എത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും ശവസംസ്കാരം കണ്ട ശേഷം ദുഃഖത്തോടെ അവിടം വിട്ടുപോയി. ആ സമയം റോളണ്ടിനോട് സംസാരിക്കാനായി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ആരോടും സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. കാരണം എല്ലാവരും വീണ്ടും വീണ്ടും നിന്റെ ആൻറ്റി മരിച്ചുവെന്ന് പറയുമ്പോൾ അവൻ അതിർത്തിയില്ലാത്ത ദേഷ്യം തോന്നുകയായിരുന്നു. ആ സത്യം അവൻ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആൻറ്റിയുടെ പേര് ടില്ലി. ആ പ്രദേശത്ത് അവരെ അറിയാത്തവർ വളരെ കുറവായിരുന്നു. കാരണം മരിച്ച ബന്ധുക്കളുമായി സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നവരെല്ലാവരും ടില്ലിയുടെ അടുത്തേക്കായിരുന്നു വരുന്നത്. അവിടുത്തെ പ്രദേശത്ത് അത് ചെയ്യാൻ കഴിവുള്ള ഒരേയൊരു വ്യക്തി അത് ടില്ലി ആയിരുന്നു. അവരുടെ കൈവശമുള്ള ഓജോ ബോർഡ് ഉപയോഗിച്ച് ആത്മാക്കളുമായി സംസാരിക്കുന്നത് റോളണ്ടിന് വളരെ കൗതുകമായി തോന്നി. അവനും അത് പഠിക്കണം എന്ന് ആൻറ്റിയോട് പലതവണ അപേക്ഷിച്ചിരുന്നു. ഒരു ദിവസം ആൻറ്റിയായ ടില്ലി റോളണ്ടിന് ഒരു പുതിയ ഓജോ ബോർഡ് സമ്മാനമായി നൽകി. നിനക്ക് എപ്പോഴെങ്കിലും മരിച്ചവരുമായി സംസാരിക്കണം എന്ന് തോന്നിയാൽ ഇത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ആ പ്രക്രിയ മുഴുവനും അവന് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ അത് പഠിപ്പിച്ച ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആൻറ്റി ടില്ലി മരിച്ചു. അതിനുശേഷം റോളണ്ട് വളരെ ഒറ്റപ്പെട്ടു പോയി. മാതാപിതാക്കൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മുറിയിൽ കയറി വാതിൽ പൂട്ടും. ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിയ ശേഷം എങ്ങനെയെങ്കിലും ആൻറ്റി ടില്ലിയുമായി സംസാരിക്കണം എന്നാഗ്രഹിച്ച് അവർ നൽകിയ ഓജോ ബോർഡ് എടുത്ത് നിശബ്ദമായി വീട്ടിലെ ബേസ്മെൻറ്റിലേക്ക് പോയി. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. മെഴുകുതിരികൾ കത്തിച്ച് ആൻറ്റി പഠിപ്പിച്ചതുപോലെ ആത്മാവിന് ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒരു ഊർജവും അനുഭവപ്പെടാതിരുന്നതോടെ അവൻ നിരാശനായി മുറിയിലേക്ക് മടങ്ങി. അതിനുശേഷം ഒരാഴ്ച വരെ വീട്ടിലെല്ലാം സാധാരണമായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ദിവസം രാത്രി വെള്ളത്തിന്റെ തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവന്റെ മാതാപിതാക്കൾ രാവിലെ പ്ലംബറെ വിളിച്ച് വീടെല്ലാം പരിശോധിച്ചപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പ്ലംബർ പോയി. എങ്കിൽ പോലും ആ ശബ്ദം അടുത്ത ആഴ്ച തുടർന്നു. 7-ാം ദിവസം കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് നിന്നു. റോളണ്ടിന്റെ മാതാപിതാക്കൾക്ക് അത് ആശ്വാസം തോന്നി. എന്നാൽ അന്നത്തെ ദിവസം രാത്രി വീടിന്റെ ചുമരുകളിൽ ആരോ മുട്ടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം വളരെ ശക്തമായി അടിക്കുന്നത് പോലെ മാറി. അമേരിക്കയിൽ മരം കൊണ്ടുള്ള വീടുകളായതിനാൽ ശബ്ദം അതിലും ഭീകരമായി തോന്നി. അല്പം കഴിഞ്ഞ് ആ ശബ്ദം ചുമരിൽ ആരോ ചുരണ്ടുന്നത് പോലെ മാറി. എന്ത് ചെയ്യണമെന്നവർക്ക് മനസ്സിലായില്ല. വാതിലുകളും ജനാലകളും ശരിയായി അടച്ചിട്ടുണ്ടോ എന്നറിയാനായി ഹാളിലേക്ക് പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ആരോ ഒന്നിനുമേൽ ഒന്നായി ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. റോളണ്ടാണ് ചെയ്തത് എന്ന് ആദ്യം തോന്നിയെങ്കിലും അവന് വെറും 13-14 വയസ്സേ ഉള്ളൂ. ആ സാധനങ്ങൾ വളരെ ഭാരമുള്ളതിനാൽ ഒരിക്കലും അത് അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ഭയത്തോടെ ഓരോ സാധനവും താഴെ ഇറക്കുമ്പോൾ ചുമരിൽ തൂക്കിയിരുന്ന യേശുവിൻ്റെ ചിത്രം കുലുങ്ങാൻ തുടങ്ങി. അത് പതിയെ റോളണ്ടുള്ള മുറിയിലേക്ക് ചായുന്നത് പോലെ മാറി. അവർ പതിയെ ചെന്ന് റോളണ്ട് കിടന്ന മുറിയുടെ വാതിൽ തുറന്നു നോക്കി. ആ സമയം റോളണ്ട് തൻ്റെ കണ്ണുകൾ വിടർത്തിപ്പിടിച്ച് ആ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് ഭീകരമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പ്രാങ്ക് ചെയ്യുകയായിരിക്കും എന്ന് കരുതിയ അവൻ്റെ അച്ഛനും അമ്മയും നീ കിടന്നുറങ്ങ്, ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞു. എന്നാൽ അവർ മുറിയിലേക്ക് പോയി അടുത്ത സെക്കൻഡ് തന്നെ റോളണ്ട് ഇരുന്നിരുന്ന കസേര ചലിക്കാൻ തുടങ്ങി. ഒറ്റത്തവണ അത് മുകളിലേക്ക് പോവുകയും പിന്നീട് താഴേക്ക് വരികയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലും ഭീകരമായിരിക്കും. മുൻപ് തന്നെ ഒരു ഡിസ്ക്ലൈമർ നൽകാം. നിങ്ങൾ ഭയമുള്ളവരാണെങ്കിൽ ദയവായി ഈ വീഡിയോ കാണരുത്. റോളണ്ട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് അവൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അവന് പൊസഷൻ ആയിരിക്കാമോ എന്ന് ഭയപ്പെട്ടു. അതുകൊണ്ട് അവരുടെ ചർച്ചിലെ ഒരു ഫാദറെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഫാദർ എത്തി റൊളാണ്ടിനെ നോക്കി. അവനെ കണ്ട ആ നിമിഷം ആ ഫാദർ നിശ്ചലനായിപ്പോയി. ഇവന് പൊസഷൻ ആയി എന്ന് ആ ഫാദർ പറഞ്ഞു. തുടർന്ന് ചില ബൈബിൾ വാക്യങ്ങൾ വായിച്ച് റോളണ്ടിനെ ക്യൂർ ചെയ്യാനായി ശ്രമിച്ചു. പക്ഷെ അവൻ നിയന്ത്രണത്തിലേക്ക് വന്നതേയില്ല. എക്സോസിസം നടത്തണം എന്ന ഫാദർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കാത്തലിക് ചർച്ചിൽ അനുവാദം വാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഫാദർ ബോർഡൻ എന്ന വ്യക്തിയോടൊപ്പം എക്സോസിസം നടത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒരു അനുവാദം വാങ്ങി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ
റോളണ്ട് കഠിനമായ രീതിയിൽ കരച്ചിൽ തുടങ്ങി. അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഭയം തോന്നി. വന്ന 2 ഫാദറും ഉടൻ തന്നെ മുറിയിലേക്ക് ചെന്ന് എക്സോസിസം ആരംഭിച്ചു. ഫാദർ പ്രാർത്ഥന തുടങ്ങുമ്പോൾ റോളാണ്ട് കിടന്നിരുന്ന ബെഡിന്റെ സ്പ്രിങ്ങുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫാദറുടെ കൈയിലേക്ക് അടിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. തുടർന്ന് ഫാദറുടെ കൈ മുറിയുകയും രക്തമൊഴുകുകയും ചെയ്തു. പക്ഷെ അവർ പ്രാർത്ഥന തുടരുകയായിരുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം റോളാണ്ട് ഒരല്പം ശാന്തനായി. എന്നാൽ ഫാദറുടെ കൈകൾക്ക് 100 സ്റ്റിച്ചുകൾ ചെയ്യേണ്ടി വന്നു. ഈ സിനിമകളിലൊക്കെ കാണിക്കുന്നത് പോലെ ഒരു എക്സോസിസം ഒറ്റ ദിവസം കൊണ്ടൊന്നും പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇത് പല ദിവസങ്ങൾ നീണ്ടുപോകും, ചില കേസുകളിൽ മാസങ്ങളോളമാകാം. ഇപ്പോൾ ഈ ഫാദർക്ക് പരിക്കേറ്റതിനാൽ അടുത്ത ദിവസം ബോർഡൻ എന്ന ഫാദർ ഒറ്റയ്ക്ക് എക്സോസിസം നടത്താൻ വന്നു. അദ്ദേഹം പ്രവേശിച്ചപ്പോൾ റോളാണ്ട് ഭീകരമായി ചിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫാദർ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന പൂർത്തിയായപ്പോൾ റോളാണ്ട് ഒരല്പം ശാന്തനായി. എന്നാൽ അന്നത്തെ ദിവസം രാത്രി റോളാണ്ടിന് ശക്തമായ വയറുവേദനയുണ്ടായി. അവന്റെ അമ്മ ചോദിച്ചപ്പോൾ വയറിൽ ആരോ എന്തോ ചെയ്യുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ഉടൻ തന്നെ അവന്റെ അമ്മ റോളണ്ടിന്റെ ടീഷർട്ട് ഉയർത്തി നോക്കിയപ്പോൾ അവർക്കത് വലിയ ഭയം തോന്നി. വയറിൽ ലൂയിസ് എന്ന വാക്ക് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതായിരുന്നു കണ്ടത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ അവർ ചർച്ചിലെ ഫാദറിനെ വിളിച്ചു. ലൂയിസ് എന്ന് വയറിൽ എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ അച്ഛൻ ചിന്തിച്ചു, ഒരു പക്ഷേ അവനിൽ കൂടിയിരിക്കുന്ന ആത്മാവിന്റെ പേര് ലൂയിസ് എന്നായിരിക്കും. ഈ ലൂയിസ് എന്ന ആത്മാവ് ഒരു സാധാരണ ആത്മാവല്ല എന്ന് ഉറപ്പിച്ചു. എത്ര എക്സോസിസം വേണ്ടിവരും? അത്രയും എക്സോസിസം നടത്തിയാലും പ്രേതം വിട്ടു പോകുമോ എന്ന ഗ്യാരണ്ടി പോലും ഇല്ല. ഇപ്പൊ ഫാദറുടെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ ലൂയിസ് എന്ന പ്രേതവും സെയിന്റ് ലൂയിസ് എന്ന സ്ഥലവും ബന്ധപ്പെട്ടിരിക്കാം എന്ന് പറയപ്പെട്ടു. അതുകൊണ്ട് ഈ റോളാണ്ടിനെയും കുടുംബത്തെയും സെയിന്റ് ലൂയിസ് പോസ്റ്റിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെയും സാഹചര്യം വളരെ മോശമായിരുന്നു. അവിടെയുള്ള പ്രീസ്റ്റ് പോലും എക്സോസിസം നടത്താൻ മുന്നിലേക്ക് വന്നില്ല. മേരിലാൻഡിൽ നിന്നും ഇപ്പോൾ ബോർഡൻ ഫാദർ എത്തി. മറ്റൊരു പ്രീസ്റ്റിനെയും കൂട്ടിയാണ് എത്തിയത്. പൂർണ്ണ എക്സോസിസം നടക്കാൻ തുടങ്ങിയപ്പോൾ റോളണ്ടിന്റെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. അത് അവന്റെ ശബ്ദമേ അല്ലായിരുന്നു. അവനെ കിടക്കയിൽ കെട്ടിയിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്കിടെ ഹോളി വാട്ടർ ഉപയോഗിച്ച് ആ മുറി മുഴുവനും സ്പ്രേ ചെയ്തു. പെട്ടെന്ന് തന്നെ റോളണ്ടിന്റെ ശരീരം വായുവിലേക്ക് പൊങ്ങി ഉയരാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവരും ഭയപ്പെടുകയും റോളണ്ടിനെ താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അവനെ താഴേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവനെ നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വന്ന 2 പ്രീസ്റ്റും അവന്റെ തലയ്ക്ക് മുകളിൽ കൈകൾ വെച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയം അവൻ വളരെ ദാരുണമായി കരയാൻ തുടങ്ങി. ആ ഒറ്റ സെക്കൻഡ് അവൻ ശാന്തനായി ബെഡിലേക്ക് വീണു. അങ്ങനെ എക്സോസിസം തുടങ്ങി 5ാമത്തെ ദിവസം റോളാണ്ട് കിടന്നിരുന്ന ബെഡ് ഒരു കോർണറിൽ നിന്നും മറ്റേ കോർണറിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. റോളാണ്ട് ഇപ്പോൾ അവന്റെ തന്നെ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. ഒരു ആഹ്വാനം പോലെ ഈ മുറിയിലെ വിൻഡോകളെല്ലാം തുറക്കൂ എന്നാവശ്യപ്പെട്ടു. വളരെ ദിവസങ്ങൾക്ക് ശേഷം അവൻ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങിയതോടെ അവന്റെ അമ്മ ശാന്തമായി ആ വിൻഡോസ് എല്ലാം തുറന്നു. അവിടെ എത്തിയ പ്രീസ്റ്റുമാർ പറഞ്ഞു, നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്നൊക്കെ. ഇപ്പോൾ വിൻഡോസ് എല്ലാം തുറന്നതോടെ റോളണ്ട് സാധാരണയായി പെരുമാറി. ഇപ്പോൾ എല്ലാവരും കരുതിയത് എല്ലാം അവസാനിച്ചു, നോർമലായി. അങ്ങനെ അല്പം സമാധാനിച്ചു. എന്നാൽ ആ വിൻഡോസ് തുറന്നത് വലിയ പിശകായി എന്ന് അവർ പിന്നീട് മനസ്സിലാക്കി. റോളണ്ടിന് പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവനെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആദ്യം എല്ലാം നോർമലായിരുന്നു. എന്നാൽ ആശുപത്രിയിലും സാഹചര്യം വളരെ മോശമായി. ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ ഫാദേഴ്സ് എക്സോസിസം ചെയ്യാനായി എത്തി. ഇപ്പോൾ 2 ഫാദറോടൊപ്പം ഫാദർ ബെർലിൻ എത്തിയിരുന്നു. എക്സോസിസം പ്രക്രിയ തുടങ്ങുമ്പോൾ ആ മുറിക്കുള്ളിൽ ഭീകരമായൊരു ഗന്ധമുണ്ടായിരുന്നു. റോളാണ്ട് വളരെ ദാരുണമായി പെരുമാറിയതിനാൽ മൂവരും ഒരുമിച്ച് അവന്റെ കൈകാലുകളെല്ലാം പിടിച്ചു. ഇപ്പോൾ അവൻ ഫാദറുടെ മുഖത്ത് ഇടിക്കുകയും തള്ളിയിടുകയും ചെയ്തു. ഇതിൽ ഫാദറിന്റെ മൂക്ക് ഫ്രാക്ചറായി. എക്സോസിസം ആരംഭിച്ചതിനു ശേഷം റോളാണ്ട് പച്ച നിറത്തിലുള്ള ദ്രാവകം ഛർദ്ദിക്കാൻ തുടങ്ങി. അതേസമയം അവന്റെ യൂറിനും പച്ച നിറത്തിലായിരുന്നു. ഡോക്ടർമാർ ഇത് കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു, ഇതിന്റെ കാരണം എന്താണ് എന്ന്. ഇതിനവർ പറഞ്ഞത്, ഇപ്പോൾ ചികിത്സ നൽകാൻ പറ്റില്ല, ശ്രമിച്ചാൽ അവൻ സ്വയം തന്റെ ജീവൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും റോളാണ്ടിന്റെ പെരുമാറ്റം മാറി തുടങ്ങി. അവൻ ഒരു ഹൊറർ സിനിമയിലെ പ്രേതം പോലെയായി. അങ്ങനെ എക്സോസിസം തുടങ്ങി 18ാം ദിവസം. അന്ന് അവൻ പെട്ടെന്നൊരു പേപ്പറും പേനയും ചോദിച്ചു. അത് കൈവശം കിട്ടിയപ്പോൾ അവൻ അതിൽ ഇങ്ങനെ എഴുതി, ഞാൻ ഡെവിളാണ്, 10 ദിവസത്തിനകം ഞാൻ ഒരടയാളം കാണിക്കും എന്ന്. ഇതെഴുതിയ ശേഷം അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അന്നേ ദിവസം തന്നെ പ്രീസ്റ്റുകൾ റോളണ്ടിന്റെ ശരീരത്തിൽ അസാധാരണമായ അടയാളങ്ങളും കണ്ടു.
അത് റോമൻ അക്കങ്ങളായിരുന്നു. അതിൻ്റെ അർത്ഥം 10 എന്നായിരുന്നു. അങ്ങനെ എക്സോസിസം തുടങ്ങി 27-ാം ദിവസം എത്തി. 27-ാം ദിവസം റോളാണ്ട് തൻ്റെ ശരീരത്തിൽ വലിയ അക്ഷരത്തിൽ ഒരു വാക്കെഴുതി, എക്സിറ്റ്. ഇത് കണ്ടതോടെ പ്രീസ്റ്റുകൾക്ക് വ്യക്തമായി എക്സോസിസം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആത്മാവ് അവരോടൊരു സന്ദേശം പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതവർ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ആത്മാവ് പറഞ്ഞതുപോലെ 10 ദിവസം കഴിഞ്ഞ് ആ അടയാളം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് 28-ാം ദിവസം എക്സോസിസം പൂർത്തിയായി. ആശുപത്രിയിൽ റോളണ്ട് കിടന്നിരുന്ന മുറിയുടെ അന്തരീക്ഷം അസാധാരണമായി തണുത്തിരുന്നു. അവൻ്റെ മുറിയിൽ ദാരുണമായ ഒരു വാസന നിറഞ്ഞിരുന്നു. ലൈറ്റുകൾ മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. ചിലത് പൊട്ടിപ്പോയി. റോളണ്ട് കിടക്കയിൽ വളഞ്ഞു മറിയുകയും ലാറ്റിൻ ഭാഷയിൽ ശക്തമായി കരയുകയും ചെയ്തു. ഇപ്പോൾ പ്രീസ്റ്റുകൾക്ക് ഉറപ്പായി ഇവൻ നേരിട്ട് ഡെവിളുമായി പോരാടുകയാണെന്ന്. അങ്ങനെ പ്രാർത്ഥനകൾ നടക്കുന്നതിനിടെ റോളണ്ട് നിലത്ത് നിന്നും ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അവൻ വളരെ ക്രീപ്പിയായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എനിക്കിവിടെ നിന്ന് പോകാനാകില്ല എന്ന്. വളരെ നേരം ആക്രമണം, കരച്ചിൽ, തുടർച്ചയായ ഛർദി. ആ ശബ്ദം ആശുപത്രി മുഴുവനും കേട്ടു. പെട്ടെന്നെല്ലാം ശാന്തമായി. റോളണ്ട് പതുക്കെ പറഞ്ഞു, ഹായ്, ഇറ്റ്സ് ഗോൺ. അങ്ങനെ റോളണ്ട് സാധാരണ മനുഷ്യനായി മാറി. ഈ ഒരു സംഭവം പിന്നീട് മാഗസിനുകളിലും പുസ്തകങ്ങളിലും പ്രസിദ്ധമായി. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ലോക പ്രശസ്തമായ ദ എക്സോസിസ്റ്റ് എന്ന സിനിമ നിർമ്മിച്ചത്. റോളണ്ട് പിന്നീട് വലുതായി അവൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി. നാസയിൽ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തു. 2020-ൽ അവൻ മരണപ്പെട്ടു. ഇത് റോളണ്ടിൻ്റെ എക്സോസിസം അനുഭവങ്ങളുടെ ഭീകരവും സത്യസന്ധവുമായ വിവരങ്ങളാണ്. എന്നാൽ അവസാനമായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പ്രേതങ്ങളിൽ വിശ്വാസമാണോ? പ്രേതങ്ങളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെയുള്ള ദുഷ്ടാത്മാക്കളെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സംഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഭയം അതെല്ലായ്പ്പോഴും പുറത്തു നിന്നല്ല വരുന്നത്. ചിലപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും. വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കാതെ പോയാൽ സഹായം ലഭിക്കേണ്ട ഒരാൾ ഭീതിയുടെ കഥയായി മാറും. അതുകൊണ്ട് കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. പക്ഷേ വേദന അനുഭവിക്കുന്നവരെ അവഗണിക്കാനും പാടില്ല. ഭൂതങ്ങൾ ഉണ്ട് ഇല്ല എന്ന ടോപ്പിക്ക് മാറ്റിവെക്കാം. പക്ഷേ ഭൂതങ്ങൾ ഇല്ല എന്ന് വെച്ചാലും മനുഷ്യനെ നശിപ്പിക്കാൻ ഭൂതം തന്നെ വേണമെന്നില്ല. ഭയം മാത്രം മതി. ഈ കഥ നിങ്ങളെ ഭയപ്പെടുത്തിയോ അതോ ചിന്തിപ്പിച്ചോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ ക്രീപ്പി ആയിട്ടുള്ള സ്റ്റോറീസ് അറിയണമെന്ന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.